അത് സിനിമ ചെയ്തതിനൊക്കെ ഇഡി റൈഡ് വരുന്ന കാലഘട്ടമാണേ. സിനിമ ചെയ്തതിനൊക്കെ ഇഡി റൈഡ് വരുന്ന കാലഘട്ടമാണ്. അപ്പൊ ആരെ കുറിച്ച് എന്തൊക്കെ സംസാരിക്കണം മനസ്സിലാവുന്നുണ്ടല്ലോ മക്കൾക്ക്. അപ്പൊ സമാധാനമായിട്ട് നിങ്ങളുടെ സാമൂഹിക അവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കണം എന്നൊക്കെ ഉള്ള ബോധമുള്ള ആൾക്കാരെ കേട്ടിരുന്നോളോ. ദയവ് ചെയ്ത് 2 പാട്ട് കൂടി ഞാൻ കുടുംബത്തിൽ പോകണം. പാട്ട് പാടി ഞാൻ കുടുംബത്തിൽ പോകും. നിങ്ങൾ തന്നെ നോക്കിയോളോ. മനസ്സിലാവണ്ട. കോളേജിലൊക്കെ പോണ പിള്ളേരാണ്. ഭയങ്കര പൊളിറ്റിക്കലി അറിവുള്ള പിള്ളേരൊക്കെ ആയിട്ട് വളർന്നോളൂ പ്ലീസ്. കാരണം നിങ്ങൾ മാത്രമുള്ള ഇനി കാരണന്മാരെ പൊട്ടത്തരം കാണിച്ച് നടക്കണാണ്. നമ്മുടെ രാഷ്ട്രീയ സാധനങ്ങളൊക്കെ കാണണല്ലേ നിങ്ങൾ. എല്ലാ ദിവസവും വാർത്തയും ഒക്കെ വായിക്കുന്ന ആൾക്കാരല്ലേ. ഭയങ്കര അറുബോറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ. നിങ്ങൾ മാത്രം ആകെ ഒരു ഹോപ്പ്. കലാകാരന്മാർക്ക് രാഷ്ട്രീയ ബോധം വേണം. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ കലയിലൂടെ നമുക്ക് പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനും നമ്മുടെ ആശയങ്ങളെ നേരിട്ട് ഈ ആൾക്കാരിലേക്ക് എത്തിക്കാനും പ്രതിഷേധവും നമ്മുടെ അഭിപ്രായങ്ങളും ഈ പറഞ്ഞ ആരൊക്കെയാണോ നമുക്കെതിരെ നിൽക്കുന്നത് അവരെ അറിയിക്കാനും പറ്റുള്ളൂ. കലയിലൂടെ ആകുമ്പോൾ അത് കുറച്ചും കൂടി എഫക്റ്റീവാണ്, ആൾക്കാരിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ KPSC പോലത്തുള്ള നാടകങ്ങളിലൂടെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതും അല്ലെങ്കിൽ ബാക്കി രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിലൂടെ രാഷ്ട്രീയം പറയാൻ തുടങ്ങിയത്. കാരണം വെച്ചാൽ കലകളിലൂടെ അത് ഭയങ്കര പ്രാവർത്തികമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കലാകാരന്മാർക്ക് ഇതിൽ നേരിട്ട് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ആ കലാകാരനോടുള്ള ഇഷ്ടവും ഈ ആശയം കൂടിയും ചെല്ലുമ്പോൾ ആൾക്കാരുടെ ഇടയിലേക്ക് പെട്ടെന്ന് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം അത് മാത്രമല്ല, ഇനി എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ ഇപ്പോൾ ഒരു ഗവൺമെൻറ് പരമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എതിരെ നിൽക്കുന്ന ആൾക്കാർ പ്രശ്നമായിട്ട് വരുമ്പോൾ നമുക്കത് നിസ്സാരമായിട്ട് പറയാം, ഞാൻ കലയിലൂടെയാണ് പറഞ്ഞത്, ഞാനല്ല. ഇപ്പം നോക്കൂ, ഇപ്പോൾ എമ്പുരാനിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുമ്പോൾ മോഹൻലാലിന് പറയാം, ഞാനല്ല പറയണം, ആ ക്യാരക്ടറാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത്. അല്ലെങ്കിൽ സായിദ് മസൂദ്, ഇപ്പോൾ പൃഥ്വിരാജ് അല്ല സംസാരിക്കുന്നത്. പൃഥ്വിരാജ് എന്നുള്ള വ്യക്തിക്ക് ഇതിനെപ്പറ്റി യാതൊന്നും അഭിപ്രായമില്ല. പക്ഷേ സായിദ് മസൂദ് എന്നുള്ള വ്യക്തി അതിലത്തെ ക്യാരക്ടറാണ് ഇതൊക്കെ സംസാരിക്കുന്നത് പറഞ്ഞാൽ അവർക്ക് തടിയുകയും ചെയ്യാം. അങ്ങനെയാണ് കല ഇത്രയും കാലമായിട്ട് ആശയങ്ങൾ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിച്ച് അതിൽ ഇൻഫ്ലുവൻസായി ആൾക്കാർക്കും ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അതിലൂടെയാണ് പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു കലാകാരന് നേരിട്ട് രാഷ്ട്രീയം ഉണ്ടാവുന്നത് വളരെ വിരളമായിട്ടുള്ളൂ. നമുക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു സ്റ്റേജിൽ ഇത്രയും ലെവലായിട്ട് സംസാരിക്കുന്ന ആരും എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ വേടൻ ഇത്രയും ലെവലിൽ നിൽക്കുമ്പോൾ കൂടിയും വേടൻ ആ സ്റ്റേജിൽ വെച്ച് അവിടെ ഒരുപാട് ആൾക്കാർ രാഷ്ട്രീയക്കാരും അഭിപ്രായ വ്യത്യാസമുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വേടൻ ഇത്രയും കാലം കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഗ്യാങ്ങിൻ്റെ ഇടയിൽ നിന്ന് ഒരു ഭാഗം ഗ്യാങ് ചിലപ്പോൾ പോകാം. കാരണം വ്യക്തിപരമായിട്ട് വേടൻ ഇത് സംസാരിക്കുകയാണ്. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ED റെയ്ഡ് വരുന്ന കാലഘട്ടമാണെന്ന് പറയുമ്പോൾ തന്നെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യണം. നോക്കൂ, അപ്പോൾ ആളുടെ ഒരു ഗ്യാങ് ഓഫ് ഫാൻസ് ഒഴിഞ്ഞു പോകാൻ തന്നെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് വരുന്ന കലാകാരന്മാർ വളരെ വിരളമാണ്. പക്ഷെ അവർ ഈ നാടിന് ആവശ്യമുണ്ട്. വേടനം പോലുള്ള ആൾക്കാരുടെ പരിപാടി നടക്കുമ്പോൾ ജനസാഗരങ്ങൾ അവിടെ അണിനിരക്കുന്നതിൻ്റെ കാരണം ഇത്തരം ആറ്റിറ്റ്യൂഡുകളും ഇത്തരം പ്രസ്താവനകളും ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ചങ്കൂറ്റത്തിൻ്റെ പേരിലാണ് ആൾക്കാർ അണിനിരക്കുന്നത്. പുള്ളിയുടെ റാപ്പുകൾ കേട്ടാൽ അറിയാം, അതൊരു ന്യൂജൻ സോങ് ആണെങ്കിൽ പോലും അതിലത്തെ വരികൾ തികച്ചും പ്രതിഷേധത്തിൻ്റെ ഒരു മാലപ്പടക്കമാണ്. അപ്പോൾ ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവാനും ബാക്കിയുള്ള തലയ്ക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ കൃത്യമായിട്ട് പറ്റും. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ചിലർ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ ഇവനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലുള്ള ആൾക്കാരാണ്, അതിനെതിരെ മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ വേടൻ അതിൽ നിന്ന് വ്യത്യസ്തമാവണതിൻ്റെ കാരണം ഞാനിപ്പോൾ വേറൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ അപ്പനെ അമ്മനെ സ്നേഹിച്ച് എടാ മക്കളെ ഒരുത്തിന് തോന്നണ അപ്പനെ കൊല്ലാന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നടക്കുന്നത് ബേസിക്കലി സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ്. ഇത് കേൾക്കുമ്പോ വിഷമിക്കില്ല. ഇത് ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള, ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യമാണ്. സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിനെ തിന്നോണ്ടിരിക്കണാണ് മക്കള്. പ്ലീസ്, ഗവൺമെന്റ് ഇപ്പൊ ഇത് വേണമെന്ന് ഇത് പറയുമ്പോഴേ മൈരെ കണ്ട, ഇത് വേണമെന്ന് ഇത് പറയുമ്പോഴേ സ്റ്റേജിൽ കയറിട്ട് നീ കള്ളു കുടിച്ചിട്ടില്ലടാ വേണമെന്നൊക്കെ സ്റ്റേജിൽ കയറി പറയണ മനസ്സിലായോ? പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ജനറേഷനെ ഫുള്ള് നശിപ്പിച്ചുകൊണ്ടിരിക്കണ മക്കളെ നമ്മൾ കാണല്ലേ. എന്റെ അനിയന്മാരൊക്കെ ഇതിനകത്തില്ലേ, എനിക്ക് എത്ര കൊച്ചു അനിയന്മാരുണ്ടെന്നറിയോ? അമ്മമാരൊക്കെ ഇതിനകത്താണെന്നേ.
ദയവ് ചെയ്ത് മക്കളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്പനെയൊക്കെ അമ്മനെയും മര്യാദയ്ക്ക് നോക്കി നല്ല ഫാമിലിയൊക്കെ റൺ ചെയ്ത് സുഖമായിട്ട് ജീവിക്കാം. ഇല്ലെങ്കിൽ മൂഞ്ചി തെറ്റിരിക്കുള്ളൂ. നോക്കൂ, ഇത്ര ക്ലിയർ ആയിട്ട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കലാകാരൻ ഈ അടുത്ത് സ്റ്റേജിൽ കയറി ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ എതിരായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിട്ടോ സംസാരിക്കില്ല. ഇത് സാമൂഹിക പ്രതിബദ്ധത കൃത്യമായിട്ടുണ്ടെന്ന് കാണിക്കുന്നതാണ്. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പം അവർക്കൊരു പ്രോഗ്രാം വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വരാം, ആ പ്രോഗ്രാം നടത്താം, മൊത്തത്തിലൊന്ന് കോരിത്തെരിപ്പിച്ചിട്ട് അവർക്ക് അവരെ കാശ് വാങ്ങി വീട്ടിൽ പോവാം. പക്ഷേ അതിനിടയിൽ ഇത്തരം കാര്യങ്ങൾ പറയാനും ആൾക്കാരെ മനസ്സിലാക്കിയെടുക്കാനും ആ കൂട്ടത്തിൽ നിന്ന് 1-2 ആൾക്കാർ മാറിയാൽ മതി. പുള്ളി എന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്, നീ കള്ളു കുടിച്ചിട്ടല്ല സ്റ്റേജിൽ കയറി ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കള്ളല്ല സിന്തറ്റിക് ഡ്രഗ്. നമ്മൾ കള്ളിനെ ഗ്ലോറിഫൈ ചെയ്യുന്നല്ല, കള്ളോ സിഗരറ്റോ ഇതിനൊന്നും ഗ്ലോറിഫൈ ചെയ്യുന്നില്ല, എല്ലാം മോശം തന്നെയാണ്. പക്ഷേ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത സിന്തറ്റിക് ഡ്രഗിനെതിരെ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ തിരിഞ്ഞേ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു വന്നത് കലാകാരന്മാർ ഇതിനെതിരെ സംസാരിക്കുന്നതിൽ വേടനെ പ്രശംസിച്ചുകൊണ്ടാണെങ്കിൽ പോലും ഈ ഡ്രഗ്സിൻ്റെ കാര്യം വന്നപ്പോഴാണ്. ഇപ്പോൾ 2000 ടൺ കൊക്കൈൻ പിടിച്ചു. അപ്പോൾ ഒരു ഒറ്റ കൺസൈൻമെൻറ്റിൽ 2000 ടൺ കൊക്കൈൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കൺസൈൻമെൻറ്റ് അവിടെ വന്നിട്ടുണ്ടാവും, എത്ര കണ്ടെയ്നറുകൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടാവും. ഈ സിന്തറ്റിക് ഡ്രഗ് ഇത് പിടിച്ചതിന് ശേഷം പിടിച്ച ആൾക്കാരെ രാജ്യദ്രോഹ കുറ്റത്തിൽ അറസ്റ്റ് ചെയ്ത് UAPA ചുമത്താത്ത എന്താ? അതിൻ്റെ പിന്നാലെ പോയിട്ട് അതിൻ്റെ കുണ്ടെന്ന ആൾക്കാരെ കണ്ടുപിടിക്കാത്ത എന്താ? കാരണം 2000 ടണ്ണ് പോലുള്ള 2000 ടണ്ണോളം സാധനം ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ 1-2 പേരായിരിക്കില്ല. ഈ എമ്പുരാനിലും ലൂസിഫറിലും പറഞ്ഞ പോലെ ഒരു കാട്ടിൽ അതിൻ്റെ പിന്നിലുണ്ടാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത്രയും ഇത് ലെവലിൽ കാര്യങ്ങൾ പോയിട്ട് അതിൻ്റെ പിന്നാലെ പോകാത്ത എന്താ? ഇവിടെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഈ ED റെയ്ഡ്, NIA അത് അന്വേഷിക്കുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു. ഇത്രയും 2000 ടണ്ണോളം മയക്കുമരുന്ന് ഇവിടെ ഇറക്കുമതി ചെയ്ത് അത് പിടിച്ചതിന് ശേഷം അതിൻ്റെ പിന്നാലെ പോവാത്തത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ആൾക്കാരെ കണ്ടുപിടിക്കാത്തത് എന്തുകൊണ്ടാണ്? മാധ്യമങ്ങൾ അതൊരു വലിയ ചർച്ചയാക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് കൃത്യമായിട്ടറിയാം ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത് ഒരു വലിയ മാഫിയാണെന്നും ആ മാഫിയയുടെ ഫണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഞാൻ പറഞ്ഞ ഇന്ത്യയിലത്തെ മൊത്തമാണ്, ഒരാളെ മാത്രമല്ല, പ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം വാങ്ങുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ഈ നമ്മുടെ മുരളി ഗോപിനൊക്കെ നാമിക്കണം. ആ ലൂസിഫറിൽ പറയുന്ന കൃത്യം കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഭാവിയിൽ രാജ്യമല്ല, രാജ്യത്തിൻ്റെ അപ്പുറത്തേക്ക് കംപ്ലീറ്റ് നാശമാവാനുള്ള വെടിമരുന്നാണ്. ഇതിനെ എത്രയും പെട്ടെന്ന് നിർത്തലാക്കിയില്ലെങ്കിൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകും. കലാകാരന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും പറ്റുള്ളൂ. നമ്മൾ 1-2 പേര് ആൾക്കാർ അവിടെ ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ആൾക്കാർ തലയിലേക്ക് കയറില്ല. അപ്പോൾ രാഷ്ട്രീയക്കാരായാൽ പോലും കാര്യങ്ങൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ അവരെ തലയ്ക്ക് കയറില്ല. കാരണം രാഷ്ട്രീയത്തിൽ 2-3 പുറങ്ങളുണ്ട്. ഒന്ന് അവരെ സ്വന്തം രാഷ്ട്രീയം അവർ നോക്കും, 2 ഓപ്പോസിറ്റുള്ള ആൾക്കാർക്കെതിരെ പറയണമെന്ന് തോന്നും. കലാകാരന്മാർക്ക് അങ്ങനെയല്ല. കലാകാരന്മാർക്ക് രാഷ്ട്രീയമില്ല. അവരവരെ അഭിപ്രായങ്ങൾ കലയിലൂടെ അല്ലെങ്കിൽ അവരെ പ്രതിഷേധങ്ങൾ കലയിലൂടെ പറയുകയാണ് ചെയ്യുന്നത്. സോ ആസ് എ വേടൻ മാതൃക, നിങ്ങൾ കഴിയുന്നത്ര ഫോളോവേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഫുഡും ലൈഫ് സ്റ്റൈലും ഒക്കെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്ന പോലെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലും ഇൻഫ്ലുവൻസേഴ്സ് കാര്യങ്ങൾ ഇടപെടണം. ആൾക്കാരെ കൊണ്ട് മാറ്റാൻ ശ്രമിക്കണം. മാറ്റാൻ നമുക്ക് പറ്റില്ല, ഓരോരുത്തർക്ക് ഓരോ വ്യക്തിത്വവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഭാഗം നമ്മൾ ചെയ്തു വെക്കണം. കാരണം വെച്ചാൽ നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിനോട് കൂടിയാണ്. കലാകാരന്മാർ മാത്രമല്ല, ഈ യൂട്യൂബ് ചാനൽ നടത്തുന്നവരും ഇവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാണല്ലോ ഇവർ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കൂടി ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് നല്ലത്. അതാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടതും. ഓക്കെ, എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യുക. ബൈ.